എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വെക്ടേഴ്സ് ആൻഡ് സ്കലാർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ചാപ്റ്റർ തന്നെ പലയിടത്തും വെക്ടർ ക്വാണ്ടിറ്റികൾ വരുന്നുണ്ട്. അതിനകത്ത് ക്രോസ് പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റ്, റെസൊല്യൂഷൻ, ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും നമ്മൾ ഫിസിക്സ് പഠിക്കുന്നവർക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നൊരു ടോപ്പിക്കാണ് വെക്ടറും സ്കലാറും. നന്നായിട്ട് നമുക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ടോപ്പിക്കുകളൊക്കെ എളുപ്പമായിരിക്കും ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ആക്ച്വലി ഒരു വെക്ടർ അല്ലെങ്കിൽ എന്താണ് ഒരു സ്കലാർ? സ്കലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് മാഗ്നിറ്റ്യൂഡ് അലോൺ, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളത്, ഡയറക്ഷൻ ഇല്ല. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മാസ് എന്ന് പറയുന്നതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ടൈമിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുന്ന റുപ്പീസ് 25 റുപ്പീസ്, അതിന് മാഗ്നിറ്റ്യൂഡ് 25 എന്ന് പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ്. 10 കിലോഗ്രാം എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ്, അതിന് ഡയറക്ഷൻ ഇല്ല. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് മാഗ്നിറ്റ്യൂഡ് അലോൺ ഈസ് കാൾഡ് സ്കലാർ ക്വാണ്ടിറ്റി. എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നവരാണ് വെക്ടർ ക്വാണ്ടിറ്റി. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് നമ്മൾ പറയുന്ന പേരാണ് വെക്ടർ ക്വാണ്ടിറ്റി. പക്ഷെ ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെന്ന് കരുതി അയാൾ വെക്ടർ ആകണമെന്നൊരു നിർബന്ധവുമില്ല. വെക്ടർ ആണെങ്കിൽ there should be a direction. അന്ന് കരുതി മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള എല്ലാവരെയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല, വെക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നത്, നമ്മൾ ഒരു സർക്യൂട്ടിനകത്തൂടി കടന്നു പോകുന്ന കറണ്ട് 5 ആംപിയർ, അതിന്റെ ഡയറക്ഷൻ കാണിച്ചു വെച്ചിരിക്കും. അപ്പോൾ ഇതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് 5 ആംപിയർ ആണ്, ഡയറക്ഷൻ എന്താ ഇങ്ങോട്ടേക്കാണ്. പക്ഷെ എന്ന് കരുതി ഈ സാധനം എന്തല്ല, ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല. അപ്പം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിലും വെക്ടർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഉറപ്പായിട്ടും ഇഫ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ദെൻ ദർ ഷുഡ് ബി എ ഡയറക്ഷൻ. നമ്മൾ ഏത് പറയുന്നത് പോലെ നമ്മൾ സാധാരണ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. വെക്ടറിനെ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, പോലീസുകാർക്കെല്ലാം തൊപ്പി ഉണ്ടാകണം, പോലീസുകാർക്ക് തൊപ്പി ഉണ്ടാകണം എന്ന് കരുതി തൊപ്പി വെച്ചവരെല്ലാവരും പോലീസാകുമോ? ഇല്ല. എന്ന് പറയുന്നത് പോലെ വെക്ടർ ക്വാണ്ടിറ്റികളാണെങ്കിൽ ഡയറക്ഷൻ ഉണ്ടാകണം എന്ന് കരുതി ഡയറക്ഷൻ ഉള്ള എല്ലാവരെയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല, വെക്ടർ എന്ന് പറയാനും പറ്റില്ല. അതാണ് നമ്മൾ ആ പറഞ്ഞതിന്റെ അതിന്റെ ഇതാണ്. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് കാൾഡ് വെക്ടർ ക്വാണ്ടിറ്റി. ഇനി നമ്മൾ പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ഈസ് നോർമലി റെപ്രസെന്റഡ് ബൈ എ ലെറ്റർ വിത്ത് ആൻ ആരോ ഹെഡ്. പിന്നെ നമ്മൾ പ്രിന്റഡ് മീഡിയ ഒക്കെ എടുക്കുന്ന സമയത്ത് ബോൾഡ് ലെറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് വെക്ടർ ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. വെക്ടർ ഈസ് നോർമലി റെപ്രസെന്റ് ബൈ എ ലെറ്റർ വിത്ത് അൻ ആരോ ഹെഡ്. ഇതിന് എന്തൊക്കെ ഉണ്ടാകണം? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ദർ ഈസ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഡയറക്ഷൻ കാണിക്കുന്ന സാധനമാണ് എഫ് ക്യാപ്പ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ അറിയാമോ? എഫ് ക്യാപ്പ് എന്നാണ് പറയുക, തൊപ്പി. എഫ് ക്യാപ്പ്. എഫ് ക്യാപ്പ് ഈസ് ദ യൂണിറ്റ് വെക്ടർ ദാറ്റ് ഈസ് കാൾഡ് ഡയറക്ഷൻ. അതെന്താണെന്ന് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ പറയുന്നത്, ഞാനിവിടെ ഒരു ബോഡി എടുത്ത് വെച്ചിട്ട് ഒരാൾ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുകയാണ്. ബൈ എ ഫോഴ്സ് F1 ഈസ് ഈക്വൽ ടു 8 ന്യൂട്ടൺ ഫോഴ്സോടുകൂടി പിടിച്ചു വലിക്കുന്നു. അതുപോലെ തന്നെ വേറൊരാൾ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു. ദാറ്റ് ഈസ് F2 ഈസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ ഫോഴ്സോടുകൂടി ഇങ്ങോട്ടേക്കും പിടിച്ചു വലിക്കുന്നു. നമ്മൾ ആരോട് ചോദിച്ചു? ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് എ ഫോഴ്സ് F1 എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് എന്ത് പറയും? 8 ന്യൂട്ടൺ എന്ന് പറയും. പക്ഷെ പോരാ, 8 ന്യൂട്ടൺ വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് റൈറ്റ് എന്ന് തന്നെ പറയണം. ദാറ്റ് ഈസ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഉണ്ടാകും. അതുപോലെ F2 എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ പറയും ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി F2 ഈസ് ഈക്വൽ 3 ന്യൂട്ടൺ വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ലെഫ്റ്റ്. പക്ഷെ ഇതിന് പകരം നമ്മൾ സാധാരണ എന്ത് പറയാറുണ്ട്? എ ക്വാണ്ടിറ്റി വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് റൈറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് എടുക്കാനും നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പറയാം ഫോഴ്സ് F1 ഈസ് ഈക്വൽ ടു +8 ന്യൂട്ടൺ ആൻഡ് ഫോഴ്സ് F2 ഈസ് ഈക്വൽ ടു -3 ന്യൂട്ടൺ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്നത് വെക്ടർ F1 ഈസ് ഈക്വൽ ടു +8 ന്യൂട്ടൺ ആൻഡ് F2 ഈസ് ഈക്വൽ ടു -3 ന്യൂട്ടൺ എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം 8 is the magnitude, 3 is the magnitude, positive and negative represents the direction. അതാണ് അതിന്റെ അർത്ഥം. അപ്പോഴൊരു ടേം ഉണ്ട്, മോഡുലസ് ഓഫ് ഫോഴ്സ് F1 എത്ര? F1 എന്ന് പറയുന്ന ഫോഴ്സിന്റെ മോഡുലസ് എത്രയാണ്? 2 ലൈൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് മോഡുലസ്. മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ ടു 8 ന്യൂട്ടൺ. എങ്ങോട്ട്? അതിന്റെ ചോദ്യമില്ല. കാരണം ഇനി ഇയാൾക്ക് ഡയറക്ഷൻ പറയാൻ പറ്റില്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് F2 എടുത്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് F2 ഈസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ എന്ന് കിട്ടും. എങ്ങോട്ടെന്നുള്ള ഡയറക്ഷൻ ഇല്ല. അപ്പോൾ മോഡുലസ് ഓഫ് എ വെക്ടർ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് അലോൺ. മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ അതിന് എന്ത് പറയാം? നമുക്ക് സ്കലാർ ക്വാണ്ടിറ്റി എന്ന് പറയാം. മോഡുലസ് ഓഫ് എ വെക്ടർ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ്, therefore it is called സ്കലാർ ക്വാണ്ടിറ്റി. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം A modulus of that vector is equal to magnitude alone. Direction പോയി കിട്ടും.
അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എ വെക്ടർ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ദാറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു എഫ് ക്യാപ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കാൾഡ് ഡയറക്ഷൻ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ ഈസ് എ വെക്ടർ whose magnitude is 1. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ ആ വെക്ടറിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ ഈസ് എ വെക്ടർ വിച്ച് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ഓൺലി ദ ഡയറക്ഷൻ. ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് യൂണിറ്റ് വെക്ടർ. ഞാനൊരു ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബോഡി എടുത്ത് വെച്ചതിന് ശേഷം അതിനകത്ത് 4-5 ടോയിൻ ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. എല്ലാത്തും ഞാൻ ടോയിനുകൾക്കെല്ലാം നെയിം ചെയ്യുന്നു എ, ബി, സി, ഡി ആൻഡ് ഇ. എന്നിട്ട് ഞാൻ നിങ്ങളിൽ ഒരാളെ വിളിച്ചിട്ട് ഞാൻ പറയാണ്ട് ആ ബോഡിയിൽ പോയിട്ട് ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് ആ ബോഡിയെ പിടിച്ചു വലിക്കൂ എന്ന് ഞാൻ നിങ്ങളൊരാളോട് പറയുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഓടി വന്നിട്ട് ഈ കയറിൽ പിടിച്ചിങ്ങനെ വരും. അപ്പൊ നമ്മുടെ ആ കയറിലല്ല പിടിച്ചു വലിക്കേണ്ടത്, ആ കയറിലല്ല പിടിച്ചു വലിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് അടുത്ത കയർ കെട്ടിപ്പിടിക്കും. അപ്പൊ ഞാൻ അതും അല്ല വലിക്കേണ്ടത്. ഉടനെ നിങ്ങൾ സ്വാഭാവികമായിട്ട് അടുത്ത എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും? സാറേ ഒരു കാര്യം ചെയ്യും, സാറിങ്ങനെ ഞാൻ പിടിക്കും അതല്ല ഇതല്ല എന്ന് പറയാതെ ഏത് കയറിൽ കൂടെ വലിക്കണമെന്ന് സാർ പറയൂ, ഞങ്ങൾ അതിൽ പിടിച്ചു വലിച്ചോളാം. എയിൽ പിടിച്ചു വലിക്കണോ, ബിയിലോ, സിയിലോ, ഡിയിലോ? അപ്പൊ ഞാൻ എന്തു ചെയ്യണമായിരുന്നു? ഇവിടെ 5 ന്യൂട്ടൺ ഡി ക്യാപ്പ് എന്ന് ഞാൻ ഇട്ടിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട കാര്യമില്ല. വന്നിട്ട് 5 ന്യൂട്ടൺ ഫോഴ്സോടുകൂടി പിടിച്ചങ്ങ് വലിച്ചാൽ. കാരണം ഇതിന്റെ അർത്ഥം എന്താണ്? 5 ന്യൂട്ടൺ ഫോഴ്സോടുകൂടി ഡി എന്ന് പറയുന്ന കയറിൽ പിടിച്ചു വലിക്കൂ, ഡി എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് വലിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ദിസ് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദിസ് ഈസ് എ ഡയറക്ഷൻ. അപ്പൊ ഇത് എന്തിനു വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുകയാണ്? ഏതിലെ വലിക്കണമെന്ന് പറയാനുള്ള ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് ഡി ക്യാപ്പ്. അപ്പൊ അതിന് നമ്മൾ പറയുന്നവരാണ് യൂണിറ്റ് വെക്ടർ. ദാറ്റ് ഈസ് യൂണിറ്റ് വെക്ടർ ഈസ് എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് 1 ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ഓൺലി ദ ഡയറക്ഷൻ. അപ്പൊ ഇത്രയും പോയിന്റുകൾ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കാം. വെക്ടർ ക്വാണ്ടിറ്റി മീൻസ് magnitude and direction. Modulus of the vector is equal to magnitude alone. A vector quantity divided by modulus of that vector is equal to unit vector. That is it is direction. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഇനിയാണ് അടുത്തത്, ഒരു വെക്ടറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അപ്പോൾ സാറ് പറഞ്ഞല്ലോ വെക്ടർ ക്വാണ്ടിറ്റി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതല്ല, ഗ്രാഫിക്കലി ഒരു വെക്ടറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ വെക്ടർ ഈസ് ഗ്രാഫിക്കലി റെപ്രസെന്റഡ് ബൈ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്. ഇതിന്റെ അർത്ഥം എ എന്ന് പറയുന്ന വെക്ടർ റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നു, അവൻ ഇതാണ്. ഞാൻ അടുത്ത ബി എന്ന് പറയുന്ന ഒരു വെക്ടറിനെ ഇവിടെ വരച്ചു. അപ്പോൾ നിങ്ങൾ പറയും ബി അങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. ഹിയർ length of this line represents the magnitude and arrowhead represents the direction. അപ്പോൾ പറയും സാറേ അതങ്ങോട്ട് നന്നായിട്ട് മനസ്സിലായില്ലല്ലോ. ഞാൻ ചോദിച്ചു, വേറെ ഒന്നും ചോദിച്ചാ, എ ആണോ ബി ആണോ വലിയ വെക്ടർ? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എ ആണ് വലിയ വെക്ടർ. എങ്ങനെ മനസ്സിലായി? ഇതിനേക്കാൾ നീളം ഇതിന് കൂടുതലായതുകൊണ്ട് എ ആണ് വലിയ വെക്ടർ. അപ്പൊ നീളം കൂടുതലാണെങ്കിൽ വലിയ വെക്ടർ എ ആണല്ലോ. അപ്പൊ അതായത് അതിന്റെ അർത്ഥം എന്താണ്? എയുടെ മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്ന ലെങ്തിന്. അപ്പൊ സാറേ ലെങ്ത് വലുതെന്നല്ലേ പറയാൻ പറ്റൂ? ആ എയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഇവിടെ എഴുതിയിടുകയാണ് 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ എന്ന് ഞാൻ എഴുതിയിട്ടു. അപ്പൊ പിന്നെ അത് എളുപ്പമായി. നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ ലെങ്ത് മെഷർ 1, 2, 3, 4, 5 മീറ്റർ. therefore A is equal to 100 ന്യൂട്ടൺ. ഉണ്ടോ? ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇത് 3, അപ്പൊ B is equal to 60 ന്യൂട്ടൺ. സിമ്പിൾ. അപ്പൊ ലെങ്ത് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം മാഗ്നിറ്റ്യൂഡ് കൂടുതൽ. അപ്പൊ ലെങ്ത് ഓഫ് ദാറ്റ് ലൈൻ റെപ്രസെന്റ്സ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആരോ ഹെഡ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ. ദിസ് ഈസ് ദ വെക്ടർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ വെക്ടർ. ആൻഡ് വെക്ടർ എ ഈസ് ആക്ടിങ് അലോങ് ദിസ് ഡയറക്ഷൻ ആൻഡ് ബി ഈസ് അലോങ് ദിസ് ഡയറക്ഷൻ. നമ്മൾ ആരോ ഇങ്ങോട്ട് ഇട്ടിരുന്നു എ ഇങ്ങോട്ടേക്ക് ആക്കി. പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ട് വെക്ടർ, സ്കെലാർ, അതിന്റെ റെപ്രസെന്റേഷൻസ്. ഇനി നമുക്കുള്ളത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇഷ്ടംപോലെ ടൈപ്പ് വെക്ടറുകളുണ്ട്. ഞാൻ എല്ലാം പറയുന്നത് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു, നോക്കിക്കോളുക. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയാൽ മതി. അതിന്റെ അവസാനം ഞാൻ പറയുന്ന കുറെ വെക്ടേഴ്സ് നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. ഒന്ന്, ഈക്വൽ വെക്ടർ. ഒന്നുമില്ല, ഇഫ് ടു vectors are acting in the same, two vectors of equal magnitude are acting in the same direction, then that is called equal vector. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഈക്വൽ വെക്ടർ. പറഞ്ഞ മനസ്സിലായോ ഇതിനെ? അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്? ഓപ്പോസിറ്റ് എന്താ രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് വെക്ടർ ഓർ നെഗറ്റീവ് വെക്ടർ. ഒരു വെക്ടർ അങ്ങോട്ടേക്കും അത്രയും തന്നെയുള്ള ഒരു വെക്ടർ തിരിച്ചുമാണെങ്കിൽ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പോസിറ്റ് വെക്ടർ. രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, രണ്ടുപേരുടെ ഡയറക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കണം. മൂന്നാമത്തത് ലൈക്ക് വെക്ടേഴ്സ്. ലൈക്ക് വെക്ടേഴ്സ് വേറെ ഒന്നുമല്ല, ഇഫ് ദ വെക്ടേഴ്സ് ആർ ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡ് സെയിം ആകണമെന്നൊരു നിർബന്ധവുമില്ല. ഇഫ് ദ വെക്ടേഴ്സ് ആർ ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ then they are called ലൈക്ക് വെക്ടർ. ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അൺലൈക്ക് വെക്ടേഴ്സ്.
അത്രയും വരെ നമ്മൾ വിടുക. പിന്നെ യൂണിറ്റ് വെക്ടർ, എ വെക്ടർ whose magnitude is unit is called a unit vector. A unit vector is used to represent a direction only, direction കാണിക്കാൻ. അതൊക്കെ നമുക്ക് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി സീറോ വെക്ടർ, അത് ജസ്റ്റ് ഒന്ന് അതിനകത്ത് 2-3 പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ സീറോ വെക്ടർ എന്ന് വെച്ചാൽ എന്തായിരിക്കണം? ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ യൂണിറ്റ് വെക്ടർ, 0 ആണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ, സീറോ വെക്ടർ. എങ്ങനെയാണ് ഒരു സീറോ വെക്ടർ കിട്ടുക? ഒരു വെക്ടറിൽ നിന്നും അതിന്റെ ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള വെക്ടർ മൈനസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതാണ് സീറോ വെക്ടർ. അത് ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്. ദ അഡിഷൻ ഓഫ് എ വെക്ടർ വിത്ത് ഇറ്റ്സ് ഓൺ നെഗറ്റീവ് വെക്ടർ ഗിവ്സ് എ സീറോ വെക്ടർ. പിന്നെ സീറോ വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ചുമ്മാ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇമ്പോർട്ടൻറ്റ് വലിയ സാധാരണ സീറോ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ പോലെ. സീറോ ഓർ നൾ വെക്ടേഴ്സ് ആർ ടേക്കൺ ടു ബി ഈക്വൽ ആൻഡ് ദെയർ ഡയറക്ഷൻസ് ക്വൈറ്റ് ആർബിട്രറി എന്ന് വെച്ചാൽ മനസ്സിലായോ? 10 എന്ന് പറയുന്ന ഒരു വെക്ടറിൽ നിന്ന് 10 എന്നൊരു വെക്ടർ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടർ 0 ആണ്. 0 എന്ന് പറഞ്ഞപ്പോഴാ ആ കിട്ടുന്ന 0യും ഒരു വെക്ടറാണ്. അപ്പോൾ നമ്മൾ അതിന് എന്ത് പേര് പറയും? ഒരു വെക്ടറിൽ നിന്നും വേറൊരു വെക്ടർ, അതായത് 10 റുപ്പീസിൽ നിന്ന് 10 റുപ്പീസ് മൈനസ് ചെയ്താൽ കിട്ടുന്ന 0 റുപ്പീസാണ്. 25 ന്യൂട്ടൺ ഫോഴ്സിൽ നിന്നും 25 ന്യൂട്ടൺ മൈനസ് ചെയ്താൽ കിട്ടുന്നത് 0 ന്യൂട്ടൺ ആണ്. എന്ന് പറയുന്നത് പോലെ ഒരു വെക്ടറിൽ നിന്നും വേറൊരു വെക്ടർ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0 വെക്ടറാണ്. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്ക് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ എടുക്കാം, കാരണം അങ്ങനെ ഒരു സാധനം ഇല്ല. അതാണ് ക്വയറ്റ് ആർബിട്രറി എന്ന് പറയുന്നത്. അടുത്തത് ദ അഡിഷൻ ഓഫ് എ സീറോ വെക്ടർ വിത്ത് എനി അതർ വെക്ടർ ഈസ് ദ വെക്ടർ ഇറ്റ്സെൽഫ്. ഏതെങ്കിലും ഒരു വെക്ടറുമായിട്ട് സീറോ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഒരു നമ്പറുമായിട്ട് സീറോ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം 0 ആയിരിക്കും. അങ്ങനെ ആ 2-3 കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഇനി നമ്മൾ പറയുന്ന കുറേ വെക്ടേഴ്സ് ഉണ്ട്, അതെന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ കോപ്ലനാർ വെക്ടർ. കോപ്ലെയിൻ, ഒരേ പ്ലെയിനിൽ, അതായത് ഞാൻ ഈ ബോർഡിൽ ഇങ്ങനെ 2-3 വെക്ടേഴ്സിനെ വരയ്ക്കുന്നു. ഈ വെക്ടറുകളെല്ലാം കോപ്ലനാർ വെക്ടേഴ്സ് ആണ്. ബിക്കോസ് ഓൾ ദീസ് വെക്ടേഴ്സ് ആർ ഡ്രോ ഇൻ ദ സെയിം ആൻഡ് ആക്ടിങ് ഇൻ ദ സെയിം പ്ലെയിൻ. ഒരു പ്ലെയിനിൽ ഈ കയ്യിൽ 5-6 വെക്ടർ ഞാൻ ഇങ്ങനെ വരച്ചിട്ട് ഇതെല്ലാം ഈ കയ്യിലാണ് കിടക്കുക. ഇപ്പൊ ഞാൻ ആ വരച്ചിരിക്കുന്ന വെക്ടർ എല്ലാം എവിടെ വരച്ചിരിക്കുന്നു? ബോർഡ് എന്ന് പറയുന്ന ഒരു പ്ലെയിനിലാണ് വരച്ചിരിക്കുക. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു വെക്ടറിനെ കൂടെ വരച്ചു കഴിഞ്ഞാൽ അത് കോപ്ലനാർ വെക്ടർ അല്ല. കാരണം ഇതൊരു പ്ലെയിൻ, ഇത് വേറൊരു പ്ലെയിൻ ആണ്. ഡിഫറന്റ് പ്ലെയിനിൽ വെക്ടേഴ്സിനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് നോൺ കോപ്ലനാർ വെക്ടേഴ്സ്. നോൺ കോപ്ലനാർ വെക്ടേഴ്സ്. വെക്ടേഴ്സ് ആർ ആക്ടിങ് ഇൻ ഡിഫറന്റ് പ്ലെയിൻസ് ആർ കാൾഡ് നോൺ കോപ്ലനാർ വെക്ടേഴ്സ്. അടുത്തത് പോളാർ വെക്ടർ. നോൺ കോപ്ലനാർ ഞാൻ അവിടെ എഴുതിയിട്ടില്ല. അടുത്തത് പോളാർ വെക്ടർ. എന്താണ് പോളാർ വെക്ടർ? ഡെഫിനറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ള വെക്ടേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് പോളാർ വെക്ടർ. A vector with a definite starting point is called a polar vector. Linear displacement, linear velocity, linear acceleration, force, momentum, മിക്കവാറും ലീനിയർ ക്വാണ്ടിറ്റികളെല്ലാം എന്താണ്? പോളാർ വെക്ടർ ആണ്. ഡെഫിനറ്റ് സ്റ്റാർട്ട്. നിങ്ങളിപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നു. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യും. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. അതുകൊണ്ട് ഈ ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് എന്ത് പേര് പറയാം? പോളാർ വെക്ടർ. ബിക്കോസ് ഇറ്റ് ഹാസ് എ ഡെഫിനറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതുകൊണ്ടാണ് അതിനെ പോളാർ വെക്ടർ എന്ന് പറയുക. ഇനി നോൺ പോളാർ എന്തായിരിക്കണം? ഡെഫിനറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ല എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് നോൺ പോളാർ വെക്ടർ. എക്സാമ്പിള് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ. ഇതിനൊന്നും ഡെഫിനറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, റൊട്ടേഷണൽ ക്വാണ്ടിറ്റികൾ, അവർക്കൊന്നും ഡെഫിനറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റുകളില്ല. അപ്പോൾ ഡെഫിനറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ പോളാർ വെക്ടർ, ഡെഫിനറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നോൺ പോളാർ വെക്ടർ. അടുത്തത് ആക്സിയൽ വെക്ടർ. A vector which is acting through the axis of rotation. ഒരു ബോഡി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ്. ഇതിലെ കൂടി ഏതെങ്കിലും വെക്ടർ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സിയൽ വെക്ടർ. അതിന്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുക. ടോർക്ക് എന്ന് പറയുന്നതും ആംഗുലാർ മൊമെന്റവും, ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം, ഇവർ രണ്ടുപേരും എന്താണ്? ആക്സിയൽ വെക്ടേഴ്സ് ആണ്. അത് പിന്നീട് നമ്മൾ പഠിക്കും. റൊട്ടേഷൻ ഡൈനാമിക്സ് പഠിക്കുമ്പോൾ ടോർക്ക് എന്താണ്, ആംഗുലാർ മൊമെന്റ്. ടോർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഒരു ബോഡിയിൽ അയക്കുന്ന ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് നമ്മൾ റൊട്ടേഷൻ ഡൈനാമിക്സ് ആണ് നമ്മൾ വിശദമായിട്ട് പഠിക്കും. എന്തായാലും ടോർക്കും ആംഗുലാർ മൊമെന്റവും ആക്സിയൽ വെക്ടറാണ്. പിന്നെ റേഡിയൽ വെക്ടർ, റേഡിയസിലൂടെ ആക്ട് ചെയ്യുന്ന വെക്ടർ. റേഡിയസ് ഉണ്ടാകുന്ന എവിടെയാണ്? ഒരു സർക്കുലാർ മോഷൻ നടക്കുമ്പോൾ അതിന്റെ സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഈ വെക്ടറിന് നമ്മൾ പറയുന്ന പേരാണ് റേഡിയൽ വെക്ടർ. സെൻട്രിപീറ്റൽ ഫോഴ്സ്, സെൻട്രിപീറ്റൽ ആക്സലേഷൻ, അതും നമ്മൾ വിശദമായിട്ട് എവിടെ പഠിക്കും? സർക്കുലാർ മോഷൻ വരുമ്പോൾ നമ്മൾ അവിടെ പഠിക്കും. അപ്പോൾ അതെല്ലാം ഓർത്തിരിക്കാം.
അപ്പോൾ പിന്നെ ആക്സിലർ റൊട്ടേഷനിലൂടെ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സിന് പറയുന്നവരാണ് ആക്സിയൽ വെക്ടർ. റേഡിയസിലൂടെ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സിന് പറയുന്നത് റേഡിയൽ വെക്ടർ. റേഡിയൽ വെക്ടർ എക്സാമ്പിൾ ആണ് സെൻട്രിപീറ്റൽ ഫോഴ്സും സെൻട്രിപീറ്റൽ ആക്സലറേഷനും. ഡെഫിനിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ള വെക്ടറാണ് പോളാർ വെക്ടർ. ഡെഫിനിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ല എങ്കിൽ അതിന് നമ്മൾ പറയുന്നവരാണ് നോൺ പോളാർ വെക്ടർ. ഇതെല്ലാം പഠിച്ചു വയ്ക്കണം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. കൂടുതൽ അടുത്ത സ്യൂഡോ വെക്ടർ. സ്യൂഡോ വെക്ടർ എന്തോന്ന് ശരിയാമോ? കൺസെപ്ച്വൽ വെക്ടർ. അങ്ങനെ ഒരു വെക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെക്ടർ ഉണ്ടെന്ന് നമ്മൾ പറയും. ഉണ്ടോ എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല, പ്രൂഫില്ല, കൺസെപ്റ്റ് മാത്രമാണ്. അങ്ങനെ ഒരു കൺസെപ്ച്വൽ വെക്ടേഴ്സിൽ നമ്മൾ പറയുന്ന പേരാണ് സ്യൂഡോ വെക്ടർ. എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ, എക്സാമ്പിളായിട്ട് ഞാനൊന്ന് ഒരെണ്ണം പറയാം. എക്സാമ്പിളായിട്ട് ഇതെല്ലാം ഞാൻ കളയുകയാണ്. ഒരു പാർട്ടിക്കുലർ ഒരു സർക്കുലാർ മോഷൻ നടത്തുമ്പോൾ അതിന്റെ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഇതിന് പിന്നെ പ്രൂഫുണ്ട്, ഉറപ്പുള്ള സാധനമാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. ഈ ബോഡി കറങ്ങുമ്പോൾ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ഉറപ്പായിട്ടും ആക്ട് ചെയ്യും. അതാണ് റേഡിയൽ ഫോഴ്സ്, സെൻട്രിപീറ്റൽ ഫോഴ്സ്. അങ്ങനെ ഒരു ഫോഴ്സ് മാത്രം ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബോഡി എന്ത് ചെയ്യണം? മൂവ് ചെയ്ത് സെന്ററിൽ പോയി ഇരിക്കണം ആയിരുന്നു. പക്ഷെ നമ്മളൊരു കയറിനായിട്ട് കറക്കുന്ന സമയത്ത് ബോഡി ഒരിക്കലും സെന്ററിൽ വന്നിരിക്കില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ബോഡിയിൽ ഒരു ഫോഴ്സ് സെന്ററിലേക്ക് പിടിച്ചു വലിക്കുന്നു, പക്ഷെ ബോഡി സെന്ററിലേക്ക് പോകുന്നില്ല. അതിന്റെ അർത്ഥം അതിന് ഇക്വലന്റ് ആയിട്ടൊരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാകാം. ആ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട്, കാരണം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രൂഫ് ഉണ്ടോ? നമ്മുടെ പ്രൂഫൊന്നുമില്ല, അതൊരു കൺസെപ്റ്റ് മാത്രമാണ്. therefore സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൽ ഫോഴ്സ് ആണ്. ആ കൺസെപ്റ്റൽ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് സ്യൂഡോ ഫോഴ്സ്. അത്രയും തൽക്കാലം മനസ്സിലാക്കി വയ്ക്കാം. കൺസെപ്റ്റൽ ഫോഴ്സ് ഈസ് കാൾഡ് സ്യൂഡോ ഫോഴ്സ്. എക്സാമ്പിൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മളായപ്പോൾ ഏകദേശം വെക്ടറിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഏകദേശമായി. അപ്പൊ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് കാൾഡ് എ വെക്ടർ ക്വാണ്ടിറ്റി. അങ്ങോട്ട് വരുമ്പോൾ വെക്ടറും സ്കലാർ ക്വാണ്ടിറ്റി ഏത്, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മുടെ വെക്ടർ ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്കിവിടെ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിഷൻ ഓഫ് ടു വെക്ടേഴ്സ്, സബ്ട്രാക്ഷൻ ഓഫ് ടു വെക്ടേഴ്സ്, ക്രോസ് പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ. ഇത്രയുമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കുറച്ച് സാധനങ്ങൾ. ഇതാണ്. അപ്പൊ എങ്ങനെ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റികളെ ആഡ് ചെയ്യും, എങ്ങനെ വെക്ടർ ക്വാണ്ടിറ്റികളെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും, എന്താണ് ക്രോസ് പ്രോഡക്റ്റ്, എന്താണ് ഡോട്ട് പ്രോഡക്റ്റ്, എന്താണ് റെസൊല്യൂഷൻ, എന്താണ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അങ്ങ് തീരും. അപ്പൊ നമ്മൾ വെക്ടർ അഡിഷൻ എന്ന് പറയുമ്പോൾ അഡിഷൻ നമുക്കറിയാം. നമ്മൾ സാധാരണ ചെയ്യുന്ന അഡിഷൻ വെച്ചാൽ സ്കലാർ അഡിഷൻ ആണ്. 2 + 3 = 5, 8 + 2 = 10. ഇങ്ങനെ പറഞ്ഞു പോകുന്നത് സാധാരണ അഡിഷൻ ആണ്. സ്കലാർ അഡിഷൻ അല്ലെങ്കിൽ ഓൾജിബ്രായിക് സം എന്ന് നമ്മൾ പറയും. ഓൾജിബ്രായിക് സം അല്ലെങ്കിൽ സ്കലാർ അഡിഷൻ. വെക്ടർ അഡിഷൻ നമുക്കറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇല്ല സാർ നമുക്കറിയില്ല. പക്ഷെ നമുക്കറിയാം. നമ്മൾ സാധാരണ ഇതൊക്കെ പഠിച്ചു വെക്കുന്നുണ്ട്. വെക്ടർ അഡിഷനൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ നേച്ചറിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതിനകത്ത് വെക്ടർ അഡിഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചു. എപ്പോഴും ഞാൻ പറയുന്നൊരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇതിലെ ഇങ്ങോട്ടേക്ക് ഞാൻ ഇതിനകത്തേക്ക് ഒരു 20 rupees ഇട്ടു. ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ ഒരു 5 rupees ഇട്ടു. എന്നിട്ട് ഞാൻ ചോദിക്കുന്നു വാട്ട് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഇൻ ദിസ് എന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഞാൻ പറയും 25 rupees. ശരിയാണ്. ഞാൻ വേറൊരു വെസൽ എടുത്ത് വെച്ചു. അതിനകത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് 20 rupees ഇട്ടു, ഇങ്ങോട്ടേക്ക് 5 rupees ഇട്ടു. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഇതിനകത്ത് എത്ര രൂപ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും 25 rupees. 25. ശരിയാണ്. ഇനി ഞാൻ ചെയ്യുന്ന ഇവിടെ ഒരു ബോഡിയെ ഞാൻ എടുത്തു വെച്ചു. അതിന് ഞാൻ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു 20 Newton ഫോഴ്സ്, ഇങ്ങോട്ടേക്ക് ഞാൻ പിടിച്ചു വലിക്കുന്നു 5 Newton. 2 പേര് പിടിച്ചു വലിക്കുകയാണ്. ഈ ബോഡിക്ക് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയും 25 Newton ഫോഴ്സ് ആണ് നെറ്റ്. ശരിയാണ്. അടുത്തത്, ഈ ബോഡി എടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഞാൻ പിടിച്ചു വലിക്കുന്നു 20 Newton ഫോഴ്സ്, ഇങ്ങോട്ടേക്ക് ഞാൻ പിടിച്ചു വലിക്കുന്നു ഓപ്പോസിറ്റ് ആയിട്ട് വലിക്കുന്നു 5 Newton ഫോഴ്സ്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ് ഈ ബോഡിക്ക് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് പറയും സാർ 15 Newton ആണ്. ശരിയാണ്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ശരി. കാരണം ഒരാൾ അങ്ങോട്ടും പിടിച്ചു ഒരാൾ ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ടും വലിക്കുമ്പോഴത്തേക്ക് 15 Newton വരുന്നത്. നിങ്ങൾക്ക് വെക്ടർ അഡിഷൻ അറിയാമോ? അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഇവിടെ ഞാൻ
20യും 5 ഒരേ ഡയറക്ഷനിലേക്ക് ഇട്ടപ്പോൾ നിങ്ങൾ 25 പറഞ്ഞു. ഇതിനെ ഇങ്ങോട്ടും ഇട്ടപ്പോൾ നിങ്ങൾ 25 പറഞ്ഞു. ഇതിനെ രണ്ടും ഒരേ ഡയറക്ഷൻ ആയപ്പോൾ 25 പറഞ്ഞു. ഓപ്പോസിറ്റ് ആയപ്പോൾ നിങ്ങൾ 15 പറഞ്ഞു. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വെക്ടർ അഡിഷനും അറിയാം, സ്കലാർ അഡിഷനും അറിയാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു? 2നും 25 എന്ന് ആൻസർ പറഞ്ഞു. കാരണം റുപ്പീസ് എന്ന് പറയുന്നതിന് ഡയറക്ഷൻ ഒന്നുമില്ല. എങ്ങനെ ഇട്ടാലും ടോട്ടൽ ഈസികൾ 20 + 5. പക്ഷേ ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ട്. രണ്ട് ഫോഴ്സും ഒരേ ഡയറക്ഷനിൽ വലിച്ചപ്പോൾ നിങ്ങൾ 25 പറഞ്ഞു. ഓപ്പോസിറ്റ് ആയിട്ട് വലിച്ചപ്പോൾ നിങ്ങൾ 15 പറഞ്ഞു. അതിന്റെ അർത്ഥം ഇവിടെ ഇവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ 0 ഡിഗ്രിയാണ്. മറ്റേടത്താണെങ്കിൽ ആംഗിൾ എന്ന് പറഞ്ഞ 180 ഡിഗ്രിയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് അവർക്കിടയിലുള്ള ആംഗിളിനനുസരിച്ച് മാറും. ആംഗിൾ 0 ആയപ്പോൾ മാക്സിമം കിട്ടി, 180 ഡിഗ്രി വന്നപ്പോൾ റിസൾട്ടന്റ് മിനിമം ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് അവയ്ക്കിടയിലുള്ള ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ആരെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, 20യും 5ഉം, റിസൾട്ടന്റ് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചാടിക്കയറി 25 എന്ന് പറയരുത്. നിങ്ങൾ എന്ത് പറയണം? 20യും 5ഉം ആയപ്പോൾ ഇവിടെ 25 കിട്ടി, ഇവിടെ 15 കിട്ടി. അപ്പൊ നിങ്ങൾ സാർ ആ 20ക്കും 5 രണ്ട് വെക്ടേഴ്സിനും ഇടയിലുള്ള ആംഗിൾ എത്രയാണ് സാർ? ഞാൻ പറഞ്ഞു 0 ആണ്. അപ്പൊ നിങ്ങൾ അങ്ങനെയാണ് 25 ആണ്. ഞാൻ പറഞ്ഞു 180 ഡിഗ്രി, അവിടെ നിങ്ങൾ അങ്ങനെയാണ് 15. പക്ഷെ ഇനി വേറൊരാൾ പറയുന്നത് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ പോകുന്നത്. രണ്ട് വെക്ടേഴ്സിനിടയിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യണമെന്നറിയാം. ഓപ്പോസിറ്റ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണമെന്നും മനസ്സിലായി. പക്ഷെ ഇത്ര ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് എത്ര? അപ്പൊ റിസൾട്ടന്റ് ഈ ആംഗിൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ റിസൾട്ടന്റ് മാറിക്കൊണ്ടേയിരിക്കും. ആ ഡിപ്പെൻഡൻസ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുന്നതാണ് റിസൾട്ടന്റ് ആൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അർത്ഥത്തിലാണ്. അപ്പൊ നമുക്ക് എന്താ പഠിക്കേണ്ടത്? ടു വെക്ടേഴ്സ് എ ആൻഡ് ബി മേക്സ് ആൻ ആംഗിൾ തീറ്റ ഡിഗ്രി, ദെൻ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടന്റ് ആൻഡ് ഡിഫറൻസ്? എ പ്ലസ് ബി എങ്ങനെ കണ്ടുപിടിക്കും? എ മൈനസ് ബി എങ്ങനെ കണ്ടുപിടിക്കും? വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ദ റിസൾട്ടന്റ് ആൻഡ് ഡിഫറൻസ്? അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ എയിം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് എയിം എന്ന് വെച്ചാൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ ഇവിടെ നമുക്ക് തുടങ്ങാൻ പോവുകയാണ്. റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞു 3 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന്, മെയിൻ ആയിട്ട് 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് ഗ്രാഫ് വരച്ച് കണ്ടുപിടിക്കാം, ഒന്ന് തിയററ്റിക്കൽ ഇക്വേഷൻ വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. ഗ്രാഫിക്കൽ മെത്തേഡിനേക്കാൾ നമുക്ക് ഇമ്പോർട്ടന്റ് തിയററ്റിക്കൽ മെത്തേഡാണ്. അത് പറഞ്ഞുതരാം. ഗ്രാഫ് വരച്ച് കണ്ടുപിടിക്കാം, അല്ലാതെ ഇക്വേഷൻ വെച്ചും കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ശരി സാർ, ഗ്രാഫ് തന്നെ 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് പാരലലോഗ്രാം മെത്തേഡും ഒന്ന് ട്രയാങ്കിൾ മെത്തേഡും. പാരലലോഗ്രാം മെത്തേഡും ട്രയാങ്കിൾ മെത്തേഡും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളത്. എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ഗ്രാഫിക്കലി, തിയററ്റിക്കലി. ഗ്രാഫിക്കലി തന്നെ 2 മെത്തേഡുണ്ട്, പാരലലോഗ്രാം മെത്തേഡും ട്രയാങ്കിൾ മെത്തേഡും. എന്താണ് പാരലലോഗ്രാം മെത്തേഡ്? വാട്ട് ഈസ്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് പാരലോ? ആദ്യമേ വായിക്കുമ്പോൾ ഒന്നും പിടികിട്ടൂല. If two adjacent sides of a parallelogram, കാരണം പാരലോഗ്രാം മെത്തേഡ് ആയതുകൊണ്ട്, if two adjacent sides of a parallelogram represent 2 vectors in magnitude and direction, then the diagonal of the parallelogram starting from the point of intersection of the 2 vectors is the resultant, represents the resultant of the vectors. എന്തു മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. നമ്മളിതാ ഇവിടെ തുടങ്ങാൻ പോകണം. ഈ പാരലോഗ്രാം പിന്നീട് ഞാൻ പറഞ്ഞു തരും. അപ്പൊ ഇത് അങ്ങോട്ട് മാറിയിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു, അവസാനം നമുക്കത് പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്, കൺസിഡർ 2 വെക്ടേഴ്സ് എ ആൻഡ് ബി. ഇത് എ എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, ഇത് ബി എന്ന് പറയുന്ന വേറൊരു വെക്ടറാണ്. ഒരാൾ ചോദിക്കുകയാണ്, ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് എ പ്ലസ് ബി? വെക്ടർ എ പ്ലസ് വെക്ടർ ബി പാരലലോഗ്രാം മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടന്റ്? ഇതാണ് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. എ പ്ലസ് ബി എന്ന് പറയുന്നതാണ് റിസൾട്ടന്റ്. എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ. ഫസ്റ്റ് നമ്മൾ ഇത് 2 വെക്ടർ അവിടെ കിടക്കുന്നതാണ്. ഞാൻ അതിനകത്തുനിന്ന് ഒരു വെക്ടറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു. ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു? ബി എന്ന് പറയുന്ന വെക്ടറിനെ എടുക്കുന്നു. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, ഒരു മിനിറ്റ് ഞാൻ ഇതിനൊന്ന് ചുരുക്കി വയ്ക്കട്ടെ.
അതിനകത്തായി. നമുക്കിതിനെ അങ്ങോട്ടൊന്ന് ഞാൻ നീക്കി വെച്ചതിന് ശേഷം നമുക്കൊന്നുകൂടെ തുടങ്ങാം. കൺസിഡർ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. A is this is the vector A and this is another vector B. Length of this line represents the magnitude of A, length of B represents magnitude of B. Question idana, first how will you find out the resultant A plus B? Resultant ആണ് A plus B വെച്ചാൽ resultant ആണ് A plus B. A യുടെയും B യുടെയും resultant എങ്ങനെ കണ്ടുപിടിക്കും? ഏത് മെത്തേഡാണ്? പാരലലോഗ്രാം മെത്തേഡ്. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ. ഞാൻ ഇവിടുത്തെ ഈ വെക്ടറിനെ ഞാൻ എടുക്കുന്നു. ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ. എ എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ എടുത്ത് ഇതുപോലെ വെച്ചു. ദെൻ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ വെക്ടറിനെ എടുക്കുക. അതിനെ കൊണ്ടുവന്ന് ഇതിന്റെ ഡയറക്ഷൻ മാറരുത്. ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്തിട്ട് അതുപോലെ തന്നെ കൊണ്ടുവന്ന് എയുടെ ടെയിലുമായിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ, then join tail of B with tail of A, tail of B with tail of A, then construct a parallelogram. നമ്മൾ ഇത് പാരലലോഗ്രാം ആയതുകൊണ്ട് പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് ഈ പാരലലോഗ്രാമിന്റെ ഡയഗണൽ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ നിന്നും അങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇതായിരിക്കും റിസൾട്ടന്റ് A plus B. ഇതാണ് നമ്മുടെ ഏത് ലോ എന്ന് പറയുന്നത്? ഫസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ പാരലലോഗ്രാം ലോ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ. എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ ആദ്യമേ എ വരയ്ക്കണം. പിന്നെ ബിയുടെ ടെയിൽ കൊണ്ടുവന്ന് എയുടെ ടെയിലിൽ ജോയിൻ ചെയ്യണം. ഒരു പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ നിന്നും നമ്മൾ ഡയഗണൽ വരയ്ക്കണം. ദിസ് ഡയഗണൽ റെപ്രസെന്റ്സ് എ പ്ലസ് ബി. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ എ പ്ലസ് ബി ഇതാണെങ്കിൽ ബി പ്ലസ് എ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിന്ന് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ബി പ്ലസ് എ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഞാൻ എന്ത് പറയും? ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ ബി. ആദ്യമേ നമ്മൾ ബി എന്ന് പറയുന്ന വെക്ടറിനെ വരയ്ക്കുക. then join tail of B with tail of A with tail of B. ആദ്യമേ ബി വരയ്ക്കുക, പിന്നീട് എയുടെ ടെയിൽ കൊണ്ടൊന്ന് ബിയുടെ ടെയിലിൽ ജോയിൻ ചെയ്യുക. അന്ന് എപ്പോഴും നിങ്ങൾ പറയും, സാറേ രണ്ടും ഒന്നല്ലേ? അതെ, രണ്ടും ഒന്നാണ്. അത് ഞാൻ പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? പാരലലോഗ്രാം വരയ്ക്കുക. ആ പാരലലോഗ്രാമിന്റെ ഡയഗണൽ വരയ്ക്കുക. ആ പാരലലോഗ്രാമിന്റെ ഡയഗണൽ വരയ്ക്കുക. ദിസ് ഡയഗണൽ റെപ്രസെന്റ്സ് ബി പ്ലസ് എ. ഈ ഡയഗണലാണ് ബി പ്ലസ് എ. ഈ ഫിഗറിനെ കൊണ്ടുവന്ന് ഇവന്റെ മണ്ടേ വെച്ചാൽ രണ്ടും ഒരു ഫിഗർ ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? എ പ്ലസ് ബിയുടെ ലെങ്തും ബി പ്ലസ് എയുടെ ലെങ്തും സെയിം ആണ്. അതിന്റെ അർത്ഥം എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡും ബി പ്ലസ് എയുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. ഡയറക്ഷൻസും ഒന്ന് തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താ? എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ. എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് 10 ആണെങ്കിൽ ബി പ്ലസ് എയുടെ മാഗ്നിറ്റ്യൂഡും 10 തന്നെയായിരിക്കും. എ പ്ലസ് ബി നോർത്തിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ബി പ്ലസ് എയും നോർത്തിലേക്ക് തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുക. അതിന്റെ അർത്ഥം എ പ്ലസ് ബി ഈസ് ഈക്വൽ ബി പ്ലസ്. ഇതിന് പറയുന്ന വരാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. രണ്ടുപേര് വെക്ടർ ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? അവര് കമ്മ്യൂട്ടേറ്റീവിലോ ഒബേ ചെയ്താൽ അവർ വെക്ടറാണ്. കമ്മ്യൂട്ടേറ്റീവിലോ ഒബേ ചെയ്യുന്നില്ല എങ്കിൽ അവർ വെക്ടർ അല്ല. അതാണ് വെക്ടറിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. പോട്ടെ. അപ്പൊ നമ്മൾ എ പ്ലസ് ബിയും കണ്ടുപിടിച്ചു, എ മൈനസ് ബിയും കണ്ടു. അപ്പൊ എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ, ജോയിൻ ടെയിൽ ഓഫ് ബി വിത്ത് ടെയിൽ ഓഫ് എ. ബി പ്ലസ് എ ആണെങ്കിൽ ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ ബി, ജോയിൻ ടെയിൽ ഓഫ് ബി വിത്ത് ടെയിൽ ഓഫ് എ. കൺസ്ട്രക്ട് എ പാരലോഗ്രാം, ഡ്രോ ദ ഡയഗണൽ ഫ്രം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, then that diagonal represents a resultant in magnitude and direction. ഇതാണ് നമ്മളിത് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ തിയറം. If ശ്രദ്ധിച്ചോണം, if two sides of a parallelogram represent two vectors, എയും ബിയും രണ്ട് വെക്ടേഴ്സ്. ഒരു പാരലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡുകൾ രണ്ട് വെക്ടർ ആണെങ്കിൽ അവന്റെ ഡയഗണൽ ആയിരിക്കും റിസൾട്ടന്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നതാണ് പാരലോഗ്രാം. മനസ്സിലാവുന്നുണ്ടേ? ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ how will you find out the resultant? First draw the vector A,
join tail A plus B കണ്ടുപിടിക്കാൻ first draw the vector A, join tail of B with the tail of A, construct a parallelogram, draw the diagonal. B plus A കണ്ടുപിടിക്കാൻ first draw the vector B, join tail of A with the tail of B, construct a parallelogram, draw the diagonal. That diagonal represents the magnitude and resultant magnitude and direction of the resultant. ഇതാണ് റിസൾട്ട്. അപ്പോൾ ചോദിക്കും ശരി സാർ അത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ A മൈനസ് ബി എങ്ങനെ കണ്ടുപിടിക്കും? A മൈനസ് ബി എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞു A മൈനസ് ബി കണ്ടുപിടിക്കാൻ നമുക്ക് മാർഗമില്ല, മൈനസ് ചെയ്യുന്ന കാര്യം നമുക്ക്. പക്ഷേ ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ, വെക്ടർ A പ്ലസ് മൈനസ് ബി എന്ന് എഴുതാമല്ലോ. എയുടെ കൂട്ടത്തിൽ മൈനസ് ബി ആഡ് ചെയ്യുക, എയുടെ കൂട്ടത്തിൽ മൈനസ് ബി ആഡ് ചെയ്യുക. സാർ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറഞ്ഞുതരാം. A പ്ലസ് മൈനസ് ബി അത് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ A. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, A എന്ന് പറയുന്ന വെക്ടറിനെ എടുത്ത് വരച്ചു. എയുടെ കൂട്ടത്തിൽ നമുക്ക് ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? മൈനസ് ബി എ. അതിന് എന്ത് ചെയ്യണമെന്നറിയാമോ? ബി എ നമ്മൾ എടുക്കുക, എന്നിട്ട് ആ ബി എ റിവേഴ്സ് ചെയ്യുക, തിരിച്ച് ഇങ്ങനെ ആക്കണ്ട, അവന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കുക. രണ്ടുപേരും ഇങ്ങനെ. അപ്പൊ ഇതിന് എന്ത് പേര് പറയാം? മൈനസ് ബി എന്ന് പറയാം. ദിസ് ഈസ് കാൾഡ് മൈനസ് ബി. ഇനി എന്ത് ചെയ്യണം? പാരലലോഗ്രാം വരയ്ക്കുക. ആ പാരലലോഗ്രാമിന്റെ ഡയഗണൽ വരയ്ക്കുക. ദിസ് ഡയഗണൽ റെപ്രസെന്റ്സ് എ മൈനസ് ബി. ഇത് മൈനസ് ബി ആണ്. അപ്പൊ എയുടെ കൂട്ടത്തിൽ നമ്മൾ ആരെ ആഡ് ചെയ്തു? മൈനസ് ബി ആഡ് ചെയ്തു. എ പ്ലസ് ബി, എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് മൈനസ് ബി. ഫസ്റ്റ് എ വരച്ചു, ബി എ റിവേഴ്സ് ചെയ്തിട്ട് ടെയിലും ടെയിലുമായിട്ട് ജോയിൻ ചെയ്തു. എന്നിട്ട് പാരലോഗ്രാം വരച്ചു, അതിന്റെ ഡയഗണൽ വരച്ചു. അപ്പൊ ചോദിക്കും സാറേ ഇങ്ങനെയാണെങ്കിൽ ബി മൈനസ് എ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യമേ ബി എ എടുത്തു, ബി എ എടുത്ത് വെക്കുക. ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. എ എടുത്തിട്ട് അതിനെ റിവേഴ്സ് ചെയ്യുക. ഉണ്ടോ? റിവേഴ്സ് ചെയ്ത് അപ്പൊ മൈനസ് എ ആയി. ഇവനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഇവനെ കൊണ്ടുവന്ന് ഇവന്റെ ഇവിടെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് മൈനസ് എ ആണ്. ഇനി എന്ത് ചെയ്യണം നമ്മൾ? ഇനി നമ്മൾ ചെയ്യേണ്ടത് പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഡയഗണൽ വരയ്ക്കുക. ദിസ് ഡയഗണൽ റെപ്രസെന്റ്സ് ബി മൈനസ് എ. ഈ രണ്ട് പടവും ഫിഗറും ഐഡന്റിക്കൽ ആണ്. അപ്പൊ നിങ്ങൾ പറയും ഐഡന്റിക്കൽ ആണെങ്കിലും സാറേ ഇതിന്റെ ലെങ്തും ഈക്വൽ ആയിരിക്കും. പക്ഷേ എ മൈനസ് ബി ഇങ്ങോട്ടാണ്, ബി മൈനസ് എ തിരിച്ചാണ്. അതിന്റെ അർത്ഥം മനസ്സിലായത് എന്താണെന്ന്? എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡും ബി മൈനസ് എയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. എയിൽ നിന്ന് ബി മൈനസ് ചെയ്താൽ 22 കിട്ടിയെന്ന് വിചാരിക്കുക, ബിയിൽ നിന്ന് എ മൈനസ് ചെയ്താലും 22 തന്നെ കിട്ടും. പക്ഷേ എ മൈനസ് ബി മുകളിലേക്കാണെങ്കിൽ ബി മൈനസ് എ താപ്പോട്ടായിരിക്കും. എ മൈനസ് ബി റൈറ്റിലേക്കാണെങ്കിൽ ബി മൈനസ് എ ലെഫ്റ്റിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ടത്. അതിന്റെ അർത്ഥം എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി മൈനസ് എ. വ്യത്യാസമൊന്നുമില്ല. ദർ ഡയറക്ഷൻസ് ആർ ജസ്റ്റ് ഓപ്പോസിറ്റ്. പക്ഷെ എ പ്ലസ് ബിക്ക് അങ്ങനെയല്ല. എ പ്ലസ് ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണെങ്കിൽ ബി പ്ലസ് എന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. എ മൈനസ് ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണെങ്കിൽ ബി മൈനസ് എന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം. ഇതാണ് പാരലലോഗ്രാം മെത്തേഡ്. മനസ്സിലായോ? അപ്പൊ ദീസ് ടു വെക്ടേഴ്സ് റെപ്രസെന്റ്സ് ടു അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം represents two vectors. Then the diagonal of that parallelogram from the point of intersection represents the magnitude of the resultant. മനസ്സിലായോ? ഒരു പാരലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡ്, ഒന്ന് ഇതും ഒന്ന് അതുമായ പോലെ രണ്ട് അഡ്ജസന്റ് സൈഡുകൾ represents the sides of a parallelogram. Two vectors A and B represents the two sides of a parallelogram. Then the diagonal starting from the point of intersection represents the resultant. മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്നായിട്ട്. ഇനി ഇതുപോലെ അടുത്ത മെത്തേഡാണ് നമുക്ക് ട്രയാങ്കിൾ മെത്തേഡ്. ഈ ട്രയാങ്കിൾ മെത്തേഡിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ട്രയാങ്കിൾ മെത്തേഡ് പറയുന്നത് എങ്ങനെയാണ്? ട്രയാങ്കിൾ മെത്തേഡ് അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്നും പിടികിട്ടത്തില്ല, പിന്നെ അങ്ങ് മനസ്സിലാവും.
Two sides of a triangle represent two given vectors in magnitude and direction and in same order. Then the third side of the triangle in the reverse order represents a resultant of the two vectors. ഒന്നും നമുക്കിപ്പോൾ മനസ്സിലായില്ല. ഞാനിനി എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ ഞാൻ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നു. Suppose this is a vector A and another vector, suppose this is B. എന്നിട്ട് ഇവിടെ ചോദിക്കുകയാണ് ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടന്റ് A plus B by triangle method. ട്രയാങ്കിൾ മെത്തേഡിൽ കണ്ടുപിടിക്കാൻ പറയുന്നു. പാരലോഗ്രാം മെത്തേഡ് അല്ല, ട്രയാങ്കിൾ മെത്തേഡ്. അപ്പൊ ഞാൻ ചെയ്യാൻ പോണെന്ന് നോക്കുക. ആദ്യമേ ഞാൻ ദാ A എന്ന് പറയുന്ന വെക്ടറിനെ എടുത്തു. ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ A. എന്റെ ആരോ അങ്ങ് പോയി. ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ A. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? B എന്ന് പറയുന്ന വെക്ടറിനെ എടുക്കണം. നേരത്തെ പാരലോഗ്രാം മെത്തേഡിൽ ഇവിടെ കൊണ്ടുവന്നല്ലേ നമ്മൾ വെച്ചത്. ഇവിടെ അങ്ങനല്ല. ബിയുടെ ടെയിൽ കൊണ്ടുവന്ന് എയുടെ ഹെഡിൽ വെക്കുക. ഇത് ഏത് മെത്തേഡ് എന്നാ പറഞ്ഞത്? ട്രയാങ്കിൾ മെത്തേഡ് അല്ല. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മളൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുക. മൂന്നാമത്തെ സൈഡ് വരച്ചൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുക. ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡാണ് A plus B. അതാണ് ട്രയാങ്കിൾ മെത്തേഡ്. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് അറിയാമോ? A വരുന്നത് ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ, B വരുന്നത് ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഡയറക്ഷൻ. ഇവർ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഇതിങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുമ്പോൾ ഇവൻ ക്ലോക്ക് വൈസിലാണ് പോകുക. അതാണ് റിവേഴ്സ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ടു സൈഡ്സ് റെപ്രസെന്റ്സ് ടു വെക്ടേഴ്സ് ഇൻ സെയിം ഓർഡർ. ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആരോ. Then the third side represents a magnitude and direction of the resultant in reverse order. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ A. Join tail of B with head of A. Construct a triangle by joining the third side. Construct a triangle by joining the third side in the reverse order. This third side represents a magnitude and direction of the resultant. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ വരും, B plus A എന്തായിരിക്കും സാർ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ B. Join tail of A with head of B. Then construct a triangle by joining the third side in the reverse order. This represents B plus A. A, B. B plus A ഡാഷൻ തിരിച്ചു. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ പഴയ പാരലോഗ്രാം. ഇതിനെ നമ്മൾ ഇത്രയും സാധനത്തിന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പഴയ പാരലോഗ്രാം കിട്ടും. പാരലോഗ്രാമിന്റെ ഡയഗണലാണ് ഈ സൈഡ്. ഉണ്ടാ പാരലോഗ്രാം മെത്തേഡ്. അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, വ്യത്യാസം ഒന്നുമില്ല. A plus B കണ്ടുപിടിച്ചാലും B plus A കണ്ടുപിടിച്ചാലും കിട്ടുന്ന ആൻസർ ഒന്ന് തന്നെയാണ്. മെത്തേഡിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഏതെങ്കിലും ഒന്ന് പഠിക്കുന്നത് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. ഇത് നിങ്ങൾ 2-3 പ്രാവശ്യം പല ഡയറക്ഷനിലേക്ക് നിങ്ങൾ വെക്ടേഴ്സിനെ വരച്ചിട്ട് പതുക്കെ പതുക്കെ ചെയ്ത് പഠിക്കണം. അപ്പോൾ ചോദിക്കും, സാറേ ഇവിടെ B minus A കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ല സോറി, A minus B കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാൻ എന്താ പിന്നെ കട്ടാത്തത്? A minus B കണ്ടുപിടിക്കുക. അവിടെ പറഞ്ഞതുപോലെ തന്നെ A minus B കണ്ടുപിടിക്കാൻ A plus minus B ചെയ്യുക. അതിന് എന്ത് ചെയ്യും സാർ? നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? A എന്ന് പറയുന്ന വെക്ടറിനെ എടുക്കുക. ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ A. എയുടെ കൂട്ടത്തിൽ മൈനസ് B ആഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യാം? B എടുക്കുക. എന്നിട്ട് അവനെ എന്ത് ചെയ്യുക? നമ്മൾ നേരെ റിവേഴ്സ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ റിവേഴ്സ് ചെയ്യാം. ഇതിപ്പോ മൈനസ് B ആയി റിവേഴ്സ് ചെയ്തു. എന്നിട്ട് ഇവനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുക. കണ്ടാ? ടെയിലിനെ കൊണ്ടുവന്ന് ഹെഡിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? മൂന്നാമത്തെ സൈഡ് ജോയിൻ ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു A minus B. ഇതാണ് A എന്ന് പറയുന്ന വെക്ടർ. ഇതാണ് A, ഇതാണ് B, ഇതാണ് ഇത് മൈനസ് B ആണ്. therefore this represents A minus B. അപ്പോൾ B minus A കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? B minus A കണ്ടുപിടിക്കാൻ നമ്മൾ that is equal to B plus minus A. B plus minus A.
ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക? ബി എന്ന് പറയുന്ന വെക്ടറിനെ വരയ്ക്കുക. ദെൻ എ എന്ന് പറയുന്ന വെക്ടറിനെ എടുക്കുക, അതിനെ റിവേഴ്സ് ചെയ്യുക. എന്നിട്ട് അവനെ കൊണ്ടുവന്ന് ഇവന്റെ ഹെഡിൽ ജോയിൻ ചെയ്യിക്കുക. എന്നിട്ട് നെക്സ്റ്റ് മൂന്നാമത്തെ സൈഡ് വരയ്ക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് ബി മൈനസ് എ. ഈ ലെങ്തും ഈക്വൽ ആയിരിക്കും. ഈ ലെങ്തും ഈക്വൽ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ്. അതുകൊണ്ട് അർത്ഥം എന്തായിരിക്കണം? എ മൈനസ് ബി ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ബട്ട് ഓപ്പോസിറ്റ്. ജസ്റ്റ് ട്രയാങ്കിൾ മെത്തേഡും. അപ്പൊ പാരലോഗ്രാം മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? ഒരു വെക്ടർ വരച്ചു, അതിന്റെ ടെയിലിൽ കൊണ്ടുവന്ന് രണ്ടാമത്തെ വെക്ടറിനെ എടുത്ത് വെച്ചു, പാരലോഗ്രാം വരച്ചു, ഡയഗണൽ വരച്ചു. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിക്കുന്നു, പറയുന്നു, ഒന്ന് കേൾക്കുക, അത് മാത്രം. എ എന്ന് പറയുന്ന ഒരു വെക്ടർ, ബി എന്ന് പറയുന്ന, ഇപ്പൊ ഇങ്ങോട്ടാണ് ബി എന്ന് കരുതുക, ഇതാണ് ബി എന്ന് കരുതുക. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് എ പ്ലസ് ബി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണ്ട. പാരലലോഗ്രാം മെത്തേഡ് ആണെങ്കിൽ ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ, ജോയിൻ ടെയിൽ ഓഫ് ബി വിത്ത് ടെയിൽ ഓഫ് എ. ഡയറക്ഷൻ മാറ്റാതെ ബിയെ കൊണ്ടുവന്ന് എയുടെ ടെയിലിൽ ജോയിൻ ചെയ്യുക, ടെയിലും കൂടെ ജോയിൻ ചെയ്യുക. പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക, അതിന്റെ ഡയഗണൽ വരയ്ക്കുക. ദിസ് ഡയഗണൽ റെപ്രസെന്റ്സ് എ പ്ലസ് ബി. സംശയമൊന്നുമില്ലല്ലോ? ദിസ് ഡയഗണൽ റെപ്രസെന്റ്സ് എ പ്ലസ് ബി. എ മൈനസ് ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആദ്യമേ നമ്മൾ എ എന്ന് പറയുന്ന വെക്ടറിനെ വരയ്ക്കുക, എന്നിട്ട് ബി എന്ന് പറയുന്ന വെക്ടറിനെ തലതിരിച്ച് വരച്ചിട്ട് അവന്റെ ടെയിൽ കൊണ്ടുവന്ന് ഇവിടെ ജോയിൻ ചെയ്യുക. ഉണ്ടോ? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഇതാണ് മൈനസ് ബി. ബിയെ റിവേഴ്സ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുക. പാരലലോഗ്രാം വരയ്ക്കുക, അതിന്റെ ഡയഗണൽ വരയ്ക്കുക. ദിസ് ഡയഗണൽ റെപ്രസെന്റ്സ് എ മൈനസ് ബി. ഇനി ട്രയാങ്കിൾ മെത്തേഡ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ, ബിയെ കൊണ്ടുവന്ന് എയുടെ ഹെഡിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് മൂന്നാമത്തെ സൈഡ് ജോയിൻ ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഈ സൈഡ് തന്നെയായിരിക്കും ഈ സൈഡ്. ഇനി എ മൈനസ് ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ വരയ്ക്കുക, ബിയെ റിവേഴ്സ് ചെയ്തിട്ട് ഇവന്റെ ഹെഡിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുക. ദാറ്റ് ഈസ് മൈനസ് ബി. മൂന്നാമത്തെ സൈഡ് വരയ്ക്കുക. ദിസ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. ആ പാരലോഗ്രാം മെത്തേഡും ട്രയാങ്കിൾ മെത്തേഡും 2-3 പ്രാവശ്യം റിവൈസ് ചെയ്ത് കണ്ട് അങ്ങ് ബൈഹാർട്ടാക്കുക. പിന്നീട് അതിനകത്ത് ഒരു പ്രശ്നങ്ങളുമില്ല. ഇതാണ് ട്രയാങ്കിൾ മെത്തേഡും പാരലോഗ്രാം മെത്തേഡും വെച്ചുകൊണ്ട് ചെയ്യുന്നത്. ഇനി ഒരു ലോ കൂടെ ഞാൻ പറയും, ജസ്റ്റ് ഒന്ന് പറയും, പോളിഗണൽ ലോ. ഇതിപ്പോ നമ്മൾ പറഞ്ഞല്ല എയും ബിയും 2 വെക്ടേഴ്സ് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2-ൽ കൂടുതൽ വെക്ടർ ഉണ്ടെങ്കിലും അതാണ് നമ്മൾ ഇനി അടുത്തത്, പോളിഗണൽ ലോ. എന്താ പോളിഗണൽ ലോ പറയുന്നത്? അവിടെ ഡെഫിനിഷൻ നിങ്ങൾ പിന്നീട് ഇപ്പൊ ഒന്ന് നോക്കി വയ്ക്കുക, പിന്നീട് നിങ്ങൾ മറിച്ച് നോക്കി ആദ്യം. ഇവിടെ കുറെ വെക്ടേഴ്സ് കിടക്കുകയാണ്. എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഇത്, ബി എന്ന് പറയുന്ന വെക്ടർ ഇത്, സി എന്ന് പറയുന്ന ഇതൊരു വെക്ടറാണ്, ഡി എന്ന് പറയുന്നത് ദാ ഇങ്ങോട്ടേക്ക് ഒരു വെക്ടറാണ്. ഇങ്ങനെ കുറെ വെക്ടർ കിടക്കുകയാണ്. എന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഈ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ചെയ്യാൻ പോണോ നോക്കുക. ആദ്യമേ ഞാൻ ഇവിടെ നിന്ന് എ എടുക്കും. ഫസ്റ്റ് എ എടുത്ത് ഞാൻ ഇവിടെ വരച്ചു. ഇത് എ ആണ്. ദെൻ ഞാൻ ബി എന്ന് പറയുന്ന വെക്ടറിനെ എടുക്കുന്നു. ബി എന്ന് പറയുന്ന വെക്ടറിനെ എടുത്ത് ഇവന്റെ ഹെഡ്, ട്രയാങ്കിൾ ലോ ചെയ്യുന്നത് പോലെയാണ്. ബി എന്ന് പറയുന്ന വെക്ടറിനെ എടുത്ത് അവന്റെ ഹെഡിൽ കൊണ്ടുവന്ന് ഞാൻ വെച്ചു. അടുത്തത് ഞാൻ സി എന്ന് പറയുന്ന വെക്ടറിനെ എടുക്കുന്നു. ഇത് ഇതിന്റെ അകത്തായി പോയി, പോട്ടെ, ഞാൻ അതിനെ എടുക്കാം. സി എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ എടുക്കുന്നു. അതിനെ കൊണ്ടുവന്ന് മറ്റേവന്റെ ഹെഡിൽ ജോയിൻ ചെയ്തു, ബിയുടെ ഹെഡിൽ ജോയിൻ ചെയ്തു. എ പ്ലസ് ബി പ്ലസ് സി. ഇനി അടുത്ത് ഞാൻ ഡി എന്ന് പറയുന്ന വെക്ടറിനെ എടുക്കുന്നു. എന്നിട്ട് അവനെ കൊണ്ടുവന്ന് ഇവന്റെ ഹെഡിൽ ജോയിൻ ചെയ്യുന്നു. ഡയറക്ഷൻ ഒന്നും മാറുന്നു. എ ബി സി ഡി വരച്ചപ്പോൾ ഒരു സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുന്നില്ലേ? ആ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലം നമ്മൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. എങ്ങനെ ജോയിൻ ചെയ്യുക? റിവേഴ്സ് ഓർഡറിൽ ജോയിൻ ചെയ്യുക. അതായത് ആരോ അങ്ങോട്ട്, ബാക്കി ആരോ അല്ല, ഇങ്ങനോ
ഇങ്ങോട്ടല്ല വരയ്ക്കേണ്ടത്, അങ്ങോട്ട് വരയ്ക്കുക. റിവേഴ്സ് ഓർഡറിൽ ജോയിൻ ചെയ്യുക. ഇതാണ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. മനസ്സിലായി? ഇതാണ് പോളിഗൺ. ഇനി ഈ വരയ്ക്കുന്ന സാധനം എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. എയുടെ ടെയിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിയിൽ ചെന്ന് അവസാനിച്ചാൽ ഇതാണ് എ പ്ലസ് ബി പ്ലസ് സി. അപ്പോൾ ഇതെന്തായിരിക്കും? ദിസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ വരച്ചാൽ ഇതെന്തായിരിക്കും പറഞ്ഞോ? ബിയുടെ ടെയിലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, സിയുടെ എൻഡിൽ. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ബി പ്ലസ് സി ആയിരിക്കും. ഇനി ഞാൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചാൽ ഇത് ആരായിരിക്കും? സിയുടെ ടെയിലിൽ നിന്ന് ഡിയിലേക്ക്, അതായത് ഇതെന്ന് പറയുന്നത് സി പ്ലസ് ഡി. ഇതാണ് പോളിഗണൽ ലോ. അപ്പൊ ഞാൻ തൽക്കാലം ഇതെല്ലാം അങ്ങ് കളയുന്നു. ഇതെല്ലാം കളഞ്ഞിട്ട് ഇത് മാത്രം എടുക്കുന്നു. എയുടെ ടെയിലിൽ നിന്നും ഡിയുടെ എൻഡ്. അപ്പൊ എ വരച്ചു. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കുക. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഇപ്പൊ ഒരാൾ പറയാണ് എനിക്ക് എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് ഡി കണ്ടുപിടിക്കണം. ഇതേ ആൻസർ കിട്ടണം. എന്താ ചെയ്യേണ്ടത്? ആദ്യമേ എ എടുക്കുക, പിന്നീട് ബി എ എടുക്കുക, പിന്നീട് സി എ ആണ് എടുക്കേണ്ടത്. പിന്നീട് സി എ എടുക്കുക. അപ്പൊ ഇത് എ, ഇത് സി. ഇനി അടുത്തത് ബി എ എടുക്കുക. അടുത്തത് എന്തെടുക്കുക? ഡി എ എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവും വരുത്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഈക്വൽ എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് ഡി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഈ, അപ്പൊ ഇതാണ് ആര്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ സാധനം എന്തായിരിക്കും? എ പ്ലസ് സി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഈ സാധനം എന്തായിരിക്കും? ബി പ്ലസ് ഡി. ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന സാധനം എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ സി പ്ലസ് ബി. അപ്പൊ ഏത് വെക്ടറിന്റെ ടെയിലിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ കൊണ്ടുവന്നാണോ അവസാനിപ്പിക്കുന്നത്, അത് നോക്കി അങ്ങ് ആൻസർ പറഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടേ? അപ്പൊ ഇനി പോളിഗണൽ ലോ എന്താണെന്ന് നോക്കൂ. പോളിഗണൽ ലോ ഓഫ് എ വെക്ടർ ഇൻ അഡിഷൻ സ്റ്റേറ്റ് ദാറ്റ് ഇഫ് എ നമ്പർ ഓഫ് വെക്ടേഴ്സ് റെപ്രസെന്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ ഇൻ ദ സെയിം ഓർഡർ. കണ്ട, ആരോ ഇങ്ങോട്ട്, ആരോ, ഇതെല്ലാം ആ പോളിഗണലിന്റെ സൈഡുകളാണ്, എല്ലാം ഒരേ ഓർഡർ. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കുന്ന ലാസ്റ്റ് സൈഡിന് നമ്മൾ പറയുന്ന പേരാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ നമ്മൾ പോളിഗണെല്ലാം കൂടെ വരച്ച് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നു അടുത്തൊരു വെക്ടറുള്ളത് വന്നപ്പോൾ ക്ലോസ്ഡ് ഫിഗർ ആയിപ്പോയി. എല്ലാം കൂടെ വരച്ചു വന്നപ്പോഴത്തേക്ക് എയും വരച്ചു, ബിയും വരച്ചു, സിയും ഡിയും ഇയും കൂടെ വരച്ചപ്പോൾ എല്ലാം കൂടെ കൂട്ടിമുട്ടി ഒരിടത്തിരിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ റിസൾട്ടന്റ് 0 ആണ്. കാരണം ആ അവസാനം നമ്മൾ വരയ്ക്കുന്ന സൈഡിന്റെ ലെങ്ത് ആണ് റിസൾട്ടന്റ്. അവസാനം വരയ്ക്കാൻ ഒരു സൈഡേ വരയ്ക്കാൻ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കണം? റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും, എന്നാലും ഈ വീഡിയോ 1-2 പ്രാവശ്യം ഒന്ന് റിവൈസ് ചെയ്ത് കാണുക. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ചു, എയും വരച്ചു, ബിയും വരച്ചു, സിയും വരച്ചു, ഡിയും വരച്ചപ്പോൾ ഈ സൈഡാണ് നമുക്ക് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് കിടക്കുന്ന, ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സൈഡാണ് റിസൾട്ടന്റ് വരുന്നത്. പക്ഷെ ഇവിടെ പടം വരച്ചപ്പോൾ ഓപ്പൺ സൈഡ് ഇല്ല, എല്ലാം കൂടെ അങ്ങ് ചേർന്ന് ഒന്നിച്ചായിപ്പോയി. അതിന്റെ അർത്ഥം എന്താ? അവിടെ ഇത്രയും ഇല്ല, ഇതില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? റിസൾട്ടന്റ് ഇല്ല. അപ്പൊ ഇത്രയും കാര്യമൊന്ന് മനസ്സിലാക്കി വെക്കുക. വേറെ ഒന്നിനുമല്ല ഇത് പഠിപ്പിച്ചത്. പാരലോഗ്രാം ലോ, ട്രയാങ്കിൾ ലോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പാരലോഗ്രാം ലോയും ട്രയാങ്കിൾ ലോയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. തിയററ്റിക്കലി റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് നമുക്ക് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. അതാണ് അത് പഠിക്കുന്നതിന്, പടം വരയ്ക്കുന്നതിന് ട്രയാങ്കിൾ ലോയോ പാരലോഗ്രാം ലോയോ വേണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചത് മാത്രം. ഇത് ഒത്തിരി വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കരുത്. പാരലോഗ്രാം ലോ ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു സൈഡ് വരച്ചു, മറ്റേ സൈഡ് വരച്ചു, പാരലോഗ്രാം വരച്ചു, ഡയഗണൽ വരച്ചു. ട്രയാങ്കിൾ ലോ ആണെങ്കിൽ ഒരു വെക്ടർ വരച്ചു, അതിന്റെ ഹെഡിൽ നിന്നും മറ്റേവനെ വരച്ചു, എന്നിട്ട് മൂന്നാമത്തെ സൈഡ് ജോയിൻ ചെയ്തു. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് ഇനി പഠിക്കുമ്പോൾ പാരലോഗ്രാം ലോയോ ട്രയാങ്കിൾ ലോയോ വെച്ചുകൊണ്ട് നമ്മൾ റിസൾട്ടന്റിന്റെ തിയററ്റിക്കൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. അത് ഡിറൈവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എങ്ങനെയാണ് റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.